വെൽക്കം ടു ട്രേഡ്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നല്ലൊരു ബെയറിഷ് ആയിരുന്നു മൂവ്മെന്റ്. എന്നിട്ട് വന്ന് നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലേക്കാണ് വന്ന് നിന്നത്. ഇന്ന് അതിൽ നിന്ന് മുകളിലോട്ടൊന്ന് മാർക്കറ്റ് പോകുന്നുണ്ട്. എവിടെ വരെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ന് പോവാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ആ ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അതിലാണ് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് ആണെങ്കിൽ ഈ ഒരു സിംഗ് ലോയിന്റെ താഴോട്ടേക്ക് അല്ലെങ്കിൽ സിംഗ് ലോയിലേക്ക് എത്താനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്തിടുന്നത്. ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്ന് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട 3 ന്യൂസുകളാണ് വരുന്നത്. ഇന്ത്യൻ സമയം 6 മണിക്കാണ് വരുന്നത്. ആദ്യത്തെ ന്യൂസ് കോർ PCE പ്രൈസ് ഇൻഡക്ഷൻ മന്ത്ലി വരുന്നുണ്ട്. രണ്ടാമത്തെ എംപ്ലോയ്മെന്റ് കോസ്റ്റ് ഇൻഡെക്സ് ക്വാർട്ടർലി വരുന്നുണ്ട്. പിന്നെ വരുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലൈംസ് ആണ്. എന്തായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ആദ്യം കോർ PCEയുടെ വരുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു നല്ലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുമെന്നാണ് പറയുന്നത്. അടുത്ത എംപ്ലോയ്മെന്റ് കോസ്റ്റ് ഇൻഡെക്സ് ക്വാർട്ടർലി ആണ്. അതിന്റെയും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ തവണത്തെ വന്നിരിക്കുന്ന പ്രീവിയസ് 0.9 ഫോർകാസ്റ്റ് അതിന് താഴെയാണ്. അപ്പോൾ പ്രീവിയസ് ഫിഗറിനേക്കാൾ മുകളിൽ വന്നാലാണ് ഇത്തിരി ബെറ്റർ ആവാൻ സാധ്യത. ഇനി അടുത്തത് അൺഎംപ്ലോയ്മെന്റ് ക്ലൈംസ് ആണ്. അതിന്റെ വരുന്നത് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാളും താഴെ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസിക്ക് ബെറ്റർ ആവുന്നതാണ്. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ് വന്നിരിക്കുന്നത് 217K ആണ്. ഫോർകാസ്റ്റ് മുകളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് താഴെ വന്നാൽ പോരാ, പ്രീവിയസിന് അടുത്തോ അല്ലെങ്കിൽ പ്രീവിയസിന് താഴെ വന്നാലാണ് കുറച്ചുകൂടി ബെറ്റർ ആവുക. അപ്പൊ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ പ്രൈസ് ഒന്ന് നോട്ട് ചെയ്യാം. ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 3131.345 ആൻഡ് 3164.413. അടുത്തത് 3237.390, 3270.458. അടുത്തത് വരുന്ന റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ 3330.322 ആൻഡ് 3364.530. അടുത്തത് വരുന്നത് 3419.263 ആൻഡ് 3453.471. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവർ ചാർട്ടിലുള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു അത്യാവശ്യം ആവശ്യമില്ലാത്ത ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലും അത്യാവശ്യം ആവശ്യമില്ലാത്ത ഈ ഒരു ലെവലിലും അത്യാവശ്യം ആവശ്യമില്ലാത്ത ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി 50 മിനിറ്റ്സിൽ എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ ഈ നിൽക്കുന്ന ലെവലിൽ നിന്ന് കുറച്ച് കൂടി കയറി കഴിഞ്ഞാൽ ഈ ലെവലിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടി നല്ലൊരു മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈനിന്റെ താഴെ, ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ലൈനിന്റെ താഴെ വന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൽ എൻട്രി ഉണ്ട്. അതൊരു ചെറിയൊരു സെൽ എൻട്രി ആയിരിക്കും, കാരണം അവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. ഇനിയിപ്പോ അവിടെ നിന്നും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യമായിട്ട് മുകളിലോട്ട് പോവാതെ വീണ്ടും താഴോട്ടേക്ക് തന്നെ വരികയാണെങ്കിൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇനി അവിടെ നിന്ന് ഒരു വലിയ വീഴ്ച വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഒരു
സപ്പോർട്ട് ഏരിയ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് എവിടുന്നെങ്കിലോ അല്ലെങ്കിൽ ഈ ലൈനിന്റെ അടുത്ത് വന്നിട്ടോ മറ്റോ ഒരിക്കൽ കൂടിയിട്ട് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന ലെവലിന് റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡെഫിനറ്റ്ലി എത്താൻ സാധ്യതയുള്ള അടുത്ത ഒരു ലെവൽ എന്ന് പറയുന്നത് 50 മിനിറ്റ്സിന്റെ ഈ റെസിസ്റ്റൻസ് ഏരിയ ആണ്. അവിടെ നിന്നൊക്കെ ചിലപ്പോൾ ചെറിയൊരു റിയാക്ഷൻസ് രണ്ട് സൈഡിലേക്കും ചെറിയൊരു റിയാക്ഷൻസ് തരാം. അല്ലെങ്കിൽ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റിൽ കൺഫർമേഷൻ വീഴ്ച വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും സെൽ എൻട്രി തന്നെ നോക്കാവുന്നതാണ്. ഇനി അതിനെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് 50 മിനിറ്റ്സിന്റെ ഈ ഒരു ലെവല് അത്യാവശ്യം ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. അപ്പോൾ ആ ലെവലിലേക്ക് വരുന്ന സമയത്തും മാർക്കറ്റ് ഒരുപക്ഷെ നല്ല റിയാക്ഷനോ മറ്റോ കാണിക്കാം. അപ്പോൾ അവിടെയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വീണ്ടും അടുത്തത് ഈ റെസിസ്റ്റൻസ് 1 അവറിന്റെ റെസിസ്റ്റൻസ് ഇവിടെയുണ്ട്. അതിൽ 1 അവറിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 1 അവറിൽ തന്നെ നോക്കിയാൽ 50 മിനിറ്റ്സിന്റെ ഈ ഈ ഒരു ലെവൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ വീണ്ടും മുകളിലോട്ട് വരുന്ന സമയത്ത് ഇവിടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെവലാണ്. അപ്പൊ ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിനുശേഷം ചെറിയ ചെറിയ ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടോ റെസിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ സെല്ലോ അല്ലെങ്കിൽ ബൈയോ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതും നോട്ട് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ വീണ്ടും വീഴാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഏറെക്കുറെ നമ്മൾ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന അടുത്ത സപ്പോർട്ട് ലെവലിലേക്ക് വരെ വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതും നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ടത് 50 മിനിറ്റ്സിന്റെ ചെറിയ ചെറിയ ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ ആ ഏരിയയിലേക്ക് സപ്പോർട്ടോ എടുക്കാനോ സാധ്യതകൾ കൂടുതലുണ്ട്. എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ്സിന്റെ നല്ലൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു ലെവലാണ് ഈ കാണുന്നത്. അവിടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് മുകളിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് ഒക്കെ തന്നിട്ടും പോകാനുള്ള ഒരു സാധ്യതയുള്ള ലെവലാണ് ഇവിടെയും. അതും നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക.